ഉണ്ടാകുന്നതിനും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന രോഗങ്ങൾ, വേദനകളെല്ലാം കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഇല്ലാതായി പോകുന്നതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ പിതാവേ,
ഞാൻ നിങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന കൃപാകെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ബലപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാളെല്ലാത്തിന്റെയും ശ്രദ്ധാവാകുന്നു, സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കഴിഞ്ഞ കാലത്തെ പറ്റി, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെ പറ്റി ആകാശത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്തെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനക പ്രവർത്തികൾ എന്നിവയാൽ തനിക്കായ ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ ഏതെങ്കിലും ദൈവം എന്തെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്തു നിന്നും തന്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു. അവിടുന്ന് തന്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുന്നിൽ നിന്ന് നീക്കിക്കളയാനും
നിങ്ങൾക്ക് അവകാശമായി തരാൻ വേണ്ടിയായിരുന്നു അത്. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തന്ന ദേശത്ത് ദീർഘകാലം വസിക്കുവാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിലും ഗ്രഹിക്കുന്നതിലും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 3:4 മുതൽ 12 വരെ വാക്യങ്ങൾ ഒരു അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരമുള്ള മനോധൈര്യം മിശിഹ വഴി ദൈവസന്നിധിയിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തന്നെ എന്തെങ്കിലും മേന്മയുള്ളതായി അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ കഴിവ് ദൈവത്തിൽ നിന്നാണ്. അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ അക്ഷരത്തിൻ്റെതല്ല ആത്മാവിന്റെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കി. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ശിലകളിൽ അക്ഷരങ്ങളായി രേഖപ്പെടുത്തപ്പെട്ട മനോ ശുശ്രൂഷ തേജസ്സിലാണ് വന്നത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മോശയുടെ മുഖ തേജസ് മൂലം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുള്ളതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിമന്ദനത്തിന്റെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. ഒരിക്കൽ തേജോമയമായിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു തേജസ് മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങി പറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ നല്ല ധൈര്യമുള്ളവരാണ്. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് പരിശുദ്ധ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 11 മുതൽ 32 വരെ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി വാങ്ങിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു.
അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാകുകയും അവൻ ഞെരുക്കത്തിലാകുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനും ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവരോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായ നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസനോട് പറഞ്ഞു, ഉടനെ നേരത്തെ വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ വീട് കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. സഹോദരി സഹോദരന്മാരെ, പിതാകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലെ ധൂർത്തപുത്രന്റെ ഉപമയാണ് നമ്മുടെ വിചിന്തനത്തിനായി തന്നിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അത് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ് പറയുന്നത്. കാരണം അതിൽ പ്രധാനമായി നമ്മൾ കണ്ടുമുട്ടുന്നത് 3 ഉപമകളാണ്. ഒന്നാമത്തെ ഉപമ കാണാതായ ആടിന്റെ ഉപമ, രണ്ടാമത്തെ കാണാതായ നാണയത്തിന്റെ ഉപമ, മൂന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു കേട്ട ധൂർത്തപുത്രന്റെ ഉപമ. നമ്മൾ സുവിശേഷം എല്ലാം പറഞ്ഞാലും ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ സുവിശേഷ ഭാഗം മാത്രം നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഈ 3 ഉപമയും നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ 3 ഉപമയും നഷ്ടപ്പെട്ടു പോയതിന്റെ കഥ പറയുന്ന 3 ഉപമകളാണ്. ആദ്യത്തെ ഉപമ പറയുകയാണെങ്കിൽ കാണാതെ പോയ ആടിന്റെ ഉപമയിൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ തേടി പോകുന്ന നല്ല ഇടയന്റെ ഒരു ഉപമയാണ് ആദ്യത്തെ ഉപമ. അതിന് അവസാനം ക്ലൈമാക്സിലൂടെ നമ്മളൊന്ന് കടന്ന് ചിന്തിക്കുമ്പോൾ ആടിനെ തിരിച്ച് തന്റെ ആട്ടിൻപറ്റത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്നേഹനിധിയായ ഇടയൻ. രണ്ടാമത്തെ ഉപമ ദൈവം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് പറയുന്ന ഒരു സ്ത്രീ കണക്കെയാണ്. അതായത് നഷ്ടപ്പെട്ടു പോയ നാണയത്തെ തേടി പോകുന്ന ഒരു മാതൃവാത്സല്യമുള്ള ഹൃദയമുള്ള ഒരു ഈശോയെയാണ് രണ്ടാമത്തെ ഉപമയെ അവിടെ പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ ഉപമയാണ് ധൂർത്തപുത്രന്റെ ഉപമ. അതും തന്റെ മകൻ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ അവസാനം മകൻ പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരികയും അങ്ങനെ വീണ്ടെടുക്കലിന്റെ കഥ പറയുന്ന 3 ഉപമകൾ കൂടിയാണ് ഈ 3 ഉപമ. പക്ഷെ ഇതിലെ ധൂർത്തപുത്രന്റെ ഉപമ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ധ്യാനിക്കുകയും ചെയ്തിരുന്നത് പാപത്തിന്റെ ധൂർത്തനായ പുത്രൻ അവൻ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി പാപം ചെയ്തു പോയതിന്റെ കണക്കാണ് നമ്മൾ സാധാരണഗതി നമ്മൾ പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷെ അതിന് വ്യത്യസ്തമായി നമ്മളോട് കാണുന്നൊരു ഭാഗം എന്ന് പറയുന്നത് അവിടെ ധൂർത്തപുത്രൻ ഒരു മാനസാന്തരം ഉണ്ടായി എന്നതിനേക്കാൾ ഉപരി ധൂർത്തപുത്രൻ ചിന്തിക്കുകയാണ്, എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഒരുപാട് ദാസന്മാര് അല്ലെങ്കിൽ ദാസികള് സുഭിക്ഷമായി ജീവിക്കുന്നു, ഞാനോ ഇവിടെ പന്നിക്കുഴിയില് വേദന അനുഭവിച്ച് ജീവിക്കുന്നു. അങ്ങനെ ധൂർത്തപുത്രൻ തന്റെ പിതാവിന്റെ സന്നിധിയിൽ തന്റെ ദാസ്യവേലയ്ക്ക് വേണ്ടി ധൂർത്തപുത്രൻ തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. അതൊരു മാനസാന്തരം എന്നതിനേക്കാൾ ഉപരി തന്റെ പിതാവിന്റെ ദാസനാവാൻ വേണ്ടി ധൂർത്തപുത്രൻ തിരിച്ചു പോകുമ്പോൾ ഇനിയാണ് അതിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ദൂരെ വെച്ച് തന്നെ ഈ മകനെ പിതാവ് കാണുക. അങ്ങനെ പിതാവ് ദൂരെ വെച്ച് തന്നെ കണ്ട് പിതാവ് ഓടിച്ചെന്ന് മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ലൂക്കാ സുവിശേഷകൻ ഒരു 4 ക്രിയകൾ കൊണ്ടാണ് ഈ പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നത്. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് ആ പിതാവിന്റെ സ്നേഹത്തിലേക്ക് ആ പുത്രനെ കൊണ്ടുവരുന്ന ഒരു നല്ലൊരു അപ്പനെയാണ് ഈ ലൂക്കാ സുവിശേഷകൻ അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ ധൂർത്തപുത്രന്റെ പാപത്തെക്കാൾ എന്നതിനേക്കാൾ ഉപരിയായി
ഈ പിതാവിന്റെ അനന്തമായിട്ടുള്ള സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത്. അങ്ങനെ ആ പിതാവിന്റെ അങ്കണത്തിലേക്ക്, പിതാവിന്റെ സ്നേഹത്തിലേക്ക് പുത്രനെ പിതാവ് പിടിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് സ്നേഹങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ, ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ ആ പിതാവിന്റെ അനന്തമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുവാനും ആ പിതാവിന്റെ അനന്തമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം കൈവരിക എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ചിന്തിക്കാം, നമ്മെ എത്രമാത്രം പാപം ചെയ്താലും പാപം ചെയ്തില്ലെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന അനന്തമായിട്ടുള്ള സ്നേഹിതയായിട്ടുള്ള ദൈവം, അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു 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 ധാരണ അല്ലെങ്കിൽ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ സ്നേഹത്തിലേക്ക് അല്പമെങ്കിലും എനിക്ക് വളരാനായിട്ട് എനിക്ക് സാധിക്കുള്ളൂ. ഇത്രമാത്രം തെറ്റ് ചെയ്താലും എന്നെ കൂടെ നിർത്തുന്ന എൻ്റെ ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ ആ പിതാവിന്റെ സ്നേഹത്തിലേക്ക് വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ദൈവത്തിലേക്ക് വളരുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഇന്നത്തെ വിശുദ്ധ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരുടെയും സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് ഏറ്റുപറയാം. നിന്റെ ദിവ്യരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദൈവദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെ കഴിവെടുത്ത് പങ്കാളികളാവാൻ സന്മനസ് നിന്റെ ദേശങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആവശ്യങ്ങൾക്ക് സത്യസഭയെ തീരുമാനം നയിക്കുന്നുവെന്ന അനുഗ്രഹം സഭാധർമ്മമായ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ പോലീസായും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മറ്റെല്ലാ പേരധ്യക്ഷന്മാർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിതവരെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും ദേശത്തോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷിതരംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കട കഴുകി കളയട്ടെ. ദൃഢമായി ശരണപ്പെട്ടു. ദിവ്യമുഹായി സ്തുതിയെന്നും
ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ.
അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സകലനാമേ ക്ഷേമേ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിട്ടും ഞങ്ങളെ കാലനാക്കി അങ്ങ് നൽകിയ ദാനം തിരിഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരൻ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോട് വിശുദ്ധിയോടുകൂടെ കർത്താവ് നന്ദിയുടെയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു ഉപേക്ഷിക്കുകയും ഭയഭക്തി ജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാനസം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹവും സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. സ്തുതിഗീതം
ജീവദായകമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയും മർത്യമായ ശരീരത്തോടുകൂടി പരിപൂർണ്ണ മനുഷ്യനായി ശ്രീനായി നിയമത്തിന് അധീനരായി വിജയിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കുറിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ ദുർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലെ ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമൻ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ തിരുവനന്തപുരനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്കാ സഭാമുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മകളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി, പ്രത്യേകമായ ഞങ്ങളുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി, യോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. Amen.
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും അവതരീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുതരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, യേശുമിശിഹായ നിന്റെ തിരുനാമത്തിൽ സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാദരവോടെ സമീപിക്കാം. അനുതാപത്തോടുള്ള വാമസ്യാനത്തോടെ അപരാധങ്ങളിൽ തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് താഴത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. പിന്നെ കലകളും പിടിച്ച് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക. ശത്രുതയും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കുക. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണത്തോട് ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ ശരീരത്തിലെ പോകുന്ന ഹൃദയം പ്രസന്നവദനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക്
തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര നല്ലവരായ ദൈവമേ, കൃപാകുലനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാര്യം ഞങ്ങൾ കേളപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജലത്തിലുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപം പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സമയത്തേക്ക് സ്തുതി പാലിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതകർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ബലിപീഠത്തിൽ പഠിച്ചു നമുക്ക് തൃപ്തരാകാം. സഭയിൽ വെച്ച് സ്വന്തം പ്രവർത്തിക്കുവാൻ ഈ ദിവ്യകുദാശ നമ്മെ ശക്തരാക്കട്ടെ. യേശുവിന്റെ ശരീരത്തിലെത്തും നിത്യജീവനകാരണമാകട്ടെ. കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവനായും ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ നാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങളുടെ വിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം സകലത്തെയും പൗത്രീകരിക്കുന്നതിന്റെ മൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം നിന്റെ കാരുണ്യാഗ്രഹത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ വർദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ.
കുരിശടയാ